റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും റേഡിയോ ലൈവിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ശമ്പള വർധന നിർദ്ദേശം നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ അംഗങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ തള്ളിക്കളഞ്ഞതോടെ ഇംഗ്ലണ്ടിൽ അധ്യാപകരുടെ സമരത്തിന് സാധ്യത തെളിയുന്നു. 2.8% ശമ്പള വർധനയാണ് ഗവൺമെന്റ് അധ്യാപകർക്കായി അനുവദിച്ചത്. എന്നാൽ 93.7% പേരും ഈ നിർദ്ദേശം അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാണിച്ച് തള്ളിക്കളഞ്ഞു. പേ ഓഫർ സ്വീകരിച്ചാൽ സ്കൂളുകൾക്ക് ശമ്പള വർധനയിലുള്ള പണം നിലവിലെ ബഡ്ജറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ സ്കൂൾ ബഡ്ജറ്റുകൾ ഇപ്പോൾ തന്നെ അമിത സമ്മർദ്ദം നേരിടുകയാണെന്ന് യൂണിയൻ അവകാശപ്പെടുന്നു. മെച്ചപ്പെട്ട ഡീൽ നേടിയെടുക്കാൻ പണിമുടക്കിന് ഇറങ്ങാൻ തയ്യാറാണെന്ന് 83% അധ്യാപകരാണ് വ്യക്തമാക്കിയത്. ഇംഗ്ലണ്ടിലെ സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്നുള്ള 134,487 അധ്യാപകരാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു പിന്മാറ്റത്തിന് സാധ്യതയില്ല എന്നാണ് യൂണിയൻ നേതാക്കൾ നൽകുന്ന സൂചനയും. എന്നാൽ അധ്യാപക യൂണിയനുകൾ സമരത്തിനിറങ്ങിയാൽ സ്കൂൾ ഹാജർ നില വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പ്രതികരിച്ചു. കുട്ടികളെ മുന്നിൽ നിർത്താനാണ് NEUവിനോട് ഫിലിപ്സൺ ആവശ്യപ്പെടുന്നത്. വർഷങ്ങളായി നീളുന്ന വെട്ടിക്കുറവുകൾ പ്രൊഫഷനെ പ്രതിസന്ധിയിലാക്കിയെന്ന് NEU ജനറൽ സെക്രട്ടറി ഡാനിയൽ കബേഡെ പറഞ്ഞു. ആവശ്യത്തിന് ഫണ്ട് നൽകാത്ത ഗവൺമെന്റ് തീരുമാനം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. അധ്യാപക സമരം നടപ്പായാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇതിന്റെ പ്രത്യാഘാതം നേരിടുക എന്നും വ്യക്തമാക്കി. UK പ്രധാന വിസ റൂട്ടുകളിലെ അപേക്ഷകളിൽ കഴിഞ്ഞ ഒരു വർഷമുണ്ടായത് 37% കുറവ്. 2023 1.24 മില്യൺ അപേക്ഷകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ വിസ നിയമങ്ങൾ പ്രാബല്യത്തിലായതോടെ 2024 അപേക്ഷകളുടെ എണ്ണം 7,72,200 കുറഞ്ഞു. അപേക്ഷകളിൽ ആദ്യമായാണ് ഇത്രയേറെ കുറവ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിദ്യാർത്ഥി വിസയിലും കെയർ വിസയിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് അപേക്ഷകളുടെ എണ്ണം ഗണ്യമായി കുറയാൻ കാരണം. മുൻ ടോറി സർക്കാർ വിസ അപേക്ഷകളിൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിലായതോടെയാണ് അപേക്ഷകർ ബ്രിട്ടനെ ഉപേക്ഷിച്ച് കൂടുതലായി മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയത്. പോസ്റ്റ് സ്റ്റഡി വിസയും ഫാമിലി വിസയും പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് കോഴ്സുകൾക്ക് മാത്രമായി ചുരുക്കിയതോടെ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പൊടുന്നനെ കുറഞ്ഞു. ഇതിനു പുറമെ സ്കിൽഡ് വർക്കർമാരുടെ വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള പരിധി 38,700 പൗണ്ടായി ഉയർത്തിയത് കെയർ വിസകൾക്കും മറ്റ് കീ വിസ റൂട്ടുകൾക്കും വിനയായി മാറി. ഏറ്റവും കൂടുതൽ കുറവുണ്ടായത് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിലാണ്. 2023-24 3,59,300 അപേക്ഷകളാണ് ഈ കാറ്റഗറിയിൽ സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇത് 2024-25 കേവലം 80,700 കുറഞ്ഞു. 78% കുറവ്. വിദ്യാർത്ഥി വിസയിലെത്തിയവരുടെ ഫാമിലി വിസ അപേക്ഷകളും 83% കുറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബർമിംഗ്ഹാമിൽ മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികൾ ഒരു മാസമായി നടത്തിവരുന്ന സമരത്തെ തുടർന്ന് കുന്നുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ പരിഹരിക്കാൻ സൈനിക ആസൂത്രകരെ വിളിച്ചു. മാർച്ച് 11 ആരംഭിച്ച യുണൈറ്റഡ് യൂണിയൻ അംഗങ്ങളുടെ സമഗ്ര പണിമുടക്കിനെ തുടർന്ന് നഗരത്തിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് ടൺ മാലിന്യം ശേഖരിക്കപ്പെടാതെ കിടക്കുകയാണ്. നഗര കൌൺസിൽ ഒരു പ്രധാന സംഭവമായി പ്രഖ്യാപിക്കുകയും പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിക്കാൻ അയൽ അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സൈന്യത്തോടുള്ള സർക്കാർ അഭ്യർത്ഥനയെ തുടർന്ന് ഓഫീസ് അധിഷ്ഠിത പ്ലാനർമാരുടെ ഒരു ചെറിയ സമയത്തേക്ക് ലോജിസ്റ്റിക് പിന്തുണ നൽകും. മാലിന്യം ശേഖരിക്കാൻ സൈനികരെ വിന്യസിക്കുന്നില്ല. പണിമുടക്കുന്ന തൊഴിലാളികൾ ഇന്ന് പണിമുടക്ക് അവസാനിപ്പിക്കുന്നതിനുള്ള ഭാഗിക കരാറിൽ വോട്ട് ചെയ്യുമെന്ന് യുണൈറ്റഡ് അറിയിച്ചു. ഒരു സർക്കാർ വക്താവ് പറഞ്ഞതനുസരിച്ച് ലോജിസ്റ്റിക്സിൽ കൌൺസിലിനെ പിന്തുണയ്ക്കുന്നതിനും അനുബന്ധ പൊതുജനാരോഗ്യ അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിന് നിലത്ത് പ്രതികരണം വേഗത്തിലാണെന്ന് ഉറപ്പാക്കുന്നതിനും സർക്കാർ ഇതിനകം നിരവധി ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു. നോട്ടിംഗ്ഹാംഷെയറിലെ ഒരു വീട് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. കൂടാതെ മറ്റു സ്വത്തുക്കൾക്ക് നാശവും വിതച്ചു. ഡസൻ കണക്കിന് ആൾക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നോട്ടിംഗ്ഹാംഷെയറിലെ വർക്ക്ഷോപ്പിലെ ജോൺ സ്ട്രീറ്റിലെ വീടുകൾ ഒഴിപ്പിച്ചതായാണ് പുതിയ വിവരം. ശനിയാഴ്ച BST 20 തൊട്ടു മുൻപ് അടിയന്തര സേവനങ്ങളെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചതായും അറിയിക്കുന്നു. സ്ഫോടനം നടന്ന ടെറസ് വീട് പൂർണ്ണമായും തകർന്നു. സമീപത്തുള്ള 2 വീടുകൾ ഭാഗികമായി തകർന്നു. 8 വസ്തുവകകളും 20 കാറുകളും അവശിഷ്ടങ്ങൾക്കിടയിൽ തകർന്നു. ഞായറാഴ്ച 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു. മറ്റൊരാളെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പിന്നീട് പോലീസ് തന്നെ അറിയിക്കുകയായിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കേന്ദ്ര പദ്ധതികൾ ആരംഭിച്ച് ജീവനക്കാരെയും നിയമിച്ച ശേഷം കേന്ദ്ര ഫണ്ട് നൽകാതിരിക്കുന്നത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധയാകുന്നു. പതിറ്റാണ്ടുകളായി ആരോഗ്യ സാമൂഹ്യക്ഷേമ മേഖലകളിൽ നടപ്പാക്കി വരുന്ന കേന്ദ്ര പദ്ധതികളുടെ വിഹിതം പോലും വെട്ടുന്നത് കടുത്ത പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതായാണ് വിലയിരുത്തൽ. 1975 സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി തുടങ്ങിയ ICDS പദ്ധതിയുടെ തസ്തികകളിലെ ശമ്പളത്തിന് കേന്ദ്രം ₹1 പോലും ഫണ്ട് നൽകുന്നില്ല എന്നാണ് ധനവകുപ്പ് അധികൃതർ പറയുന്നത്. വനിതാ ശിശുവികസന ക്ഷേമ വകുപ്പിന് കീഴിലുള്ള 2,676 ജീവനക്കാർക്കും പൂർണ്ണമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ട ബാധ്യത സംസ്ഥാനത്തിനായി. 1975 പദ്ധതി തുടങ്ങുമ്പോൾ മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നതാണ്. തുടർന്ന് കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 കുറഞ്ഞുവെന്നും സൂചിപ്പിക്കുന്നു.
തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ നിലപാട് കടുപ്പിച്ച് PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നിലെടുക്കുമെന്നാണ് PV അൻവർ UDF നേതാക്കളോട് ആവശ്യപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് നേതാക്കൾ അധികം താമസിക്കാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരും. ആര്യടൻ ഷൌക്കത്തോ VS ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ല എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. അതേസമയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന സൂചനയും അൻവർ നൽകുന്നുണ്ട്. ഓണറേറിയം വർധന പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന അധ്യക്ഷരെ ആശാവർക്കർമാർ ആദരിക്കും. ഏപ്രിൽ 21 സമരവേദിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് ആദരം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഈ അധ്യക്ഷരെ നേരിട്ട് ക്ഷണിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, ജനറൽ സെക്രട്ടറി MA ബിന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 മാസമായി തുടരുന്ന സമരത്തിന്റെ പുരോഗതി വിലയിരുത്താൻ ഞായറാഴ്ച ചേർന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. ന്യായമായ ആവശ്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതുവരെ രാപ്പകൽ സമരവും അതിശക്തമായ അവകാശ പോരാട്ടവും തുടരാനും യോഗം തീരുമാനിച്ചു. ഷെഹറേറ്റ് പടിക്കൽ നടക്കുന്ന രാപ്പകൽ സമരം 64 ദിവസവും നിരാഹാര സമരം 25 ദിവസവും പിന്നിടുമ്പോഴും സർക്കാർ അവഗണന തുടരുകയാണ്. സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന അപവാദ പ്രചരണങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ല. സംസ്ഥാനത്തെ 99% ആളുകളും സമരത്തിന് ഒപ്പമാണെന്ന് സമരസമിതി നേതാവ് S മിനി അഭിപ്രായപ്പെട്ടു. ഇനി സ്പോർട്സ് വാർത്തകൾ. സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ 2024-25 സീസൺ കിരീടത്തോട് അടുത്ത് FC ബാഴ്സലോണ 31ാം റൗണ്ട് പോരാട്ടത്തിൽ ബാഴ്സലോണ 1-0 ലെഗാനസിനെ കീഴടക്കി. 48ാം മിനിറ്റിൽ ജോർജ് നാൻസിന്റെ പിഴവിൽ നിന്ന് പിറന്ന സെൽഫ് ഗോളിലൂടെ ആയിരുന്നു ബാഴ്സലോണ ജയം സ്വന്തമാക്കിയത്. 31 മത്സരങ്ങളിൽ നിന്ന് 70 പോയിന്റുമായി ബാഴ്സലോണയാണ് ലീഗിന്റെ തലപ്പത്ത്. രണ്ടാമതുള്ള റയൽ മാഡ്രിഡിന് 20 മത്സരങ്ങളിൽ 63 പോയിന്റാണ് ഉള്ളത്. ഒടുവിൽ ഡൽഹിയെ പിടിച്ചുകെട്ടി മുംബൈ ഇന്ത്യൻസ്. വാശിയേറിയ പോരാട്ടത്തിൽ ടേബിളിൽ രണ്ടാമതുള്ള ഡൽഹി ഡെയർ ഡെവിൾസിനെ 12 റൺസിനാണ് മുംബൈ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നേടിയ 206 വിജയലക്ഷ്യം പിന്തുടർന്ന് ഡൽഹി 193 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 19ാം ഓവറിലെ 3 റണ്ണൌട്ടുകളാണ് മത്സരത്തിന്റെ ഗതി നിർണ്ണയിച്ചത്. സീസണിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത മുംബൈയുടെ രണ്ടാമത്തെ വിജയമാണിത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.87 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.